കബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു. റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ അളേപ്പയുടെ മകനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ 2 കബറിനെ ചൂണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, ഈ 2 കബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, അവർ ചെറിയ തെറ്റ് എന്ന് വിചാരിച്ചിട്ടാണത് ചെയ്തത്, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ തെറ്റായി മാറി. ഒരാൾ മൂത്രമൊഴിച്ചിട്ട് വൃത്തിയാക്കാത്ത ആളായിരുന്നു, നല്ല രീതിയിൽ വൃത്തിയാക്കാത്ത ആളായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആളുകളുടെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഈന്തപ്പന മട്ടല കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അത് 2 കഷ്ണമാക്കിയിട്ട് 2 കബറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, ഇത് ഉണങ്ങിപ്പോവാത്ത കാലത്തോളം ഇതിൻ്റെ തസ്ബീഹ് കാരണമായിട്ടെങ്കിലും ഈ ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കാം. അറിയണേ, നമ്മൾ ചെറുത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന തെറ്റ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റാവുകയും അവസാനം അത് നമ്മുടെ ഖബർ ജീവിതത്തിൽ പ്രയാസമാവുകയും ചെയ്യും. അതുകൊണ്ട് ഏത് തെറ്റും അത് തെറ്റാക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.